കായിക വാർത്തകളിലേക്ക് വന്നാൽ രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ കേരളം കൂറ്റൻ സ്കോറിലേക്ക്. രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ കേരളം 7 വിക്കറ്റ് നഷ്ടത്തിൽ 418 റൺസ് എന്ന നിലയിലാണ്. 149 റൺസുമായി മുഹമ്മദ് അസറുദ്ദീനുമുണ്ട്. 10 റൺസ് എടുത്ത് ആദിത്യ സർവാദയുമാണ് ഇപ്പോൾ ക്രീസിൽ. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, രണ്ടാം ദിവസം പിന്നിടുമ്പോൾ കേരളം കുറെ കൂടി ഭദ്രമായ നിലയിലാണ് എന്ന് കരുതേണ്ടതുണ്ടോ? ഇനിയുള്ള കേരളത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? തീർച്ചയായും രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ കേരളം 7 വിക്കറ്റ് നഷ്ടത്തിൽ 418 എന്ന ശക്തമായ നിലയിലാണ് ഇന്നത്തെ രണ്ടാം ദിനം അവസാനിപ്പിച്ചത്. എടുത്തു പറയേണ്ടത് മുഹമ്മദ് അസറുദ്ദീൻ്റെ ബാറ്റിംഗ് പ്രകടനമാണ്. പുറത്താകാതെ 149 റൺസുമായി അസർ ക്രീസിലുണ്ട്. 303 പന്തുകൾ അസറുദ്ദീൻ നേരിട്ടു. ഒപ്പം സൽമാൻ നിസാർ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോം തുടരുന്നു. 52 റൺസ് അദ്ദേഹവും എടുത്തു. 202 പന്തുകൾ അദ്ദേഹവും കളിച്ചു. അഹമ്മദ് ഇമ്രാൻ 24 റൺസ്, അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരമാണ്. ഒപ്പം ഇപ്പോൾ ആദിത്യ സർവാത്തെ 10 റൺസ് എടുത്ത് ക്രീസിലുണ്ട്. ഇന്ന് രാവിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ നമുക്ക് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെ നഷ്ടമായിരുന്നു. നഗസ്വാലയാണ് ആ വിക്കറ്റ് എടുത്തത്. ഒരുപക്ഷെ കേരളത്തിന് തിരിച്ചടിയാകുമെന്ന് ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ മുഹമ്മദ് അസറുദ്ദീൻ്റെയും ഒപ്പം തന്നെ സൽമാൻ നിസാറിൻ്റെയും കൂട്ടുകെട്ട് പിറക്കുന്നത്. 149 റൺസിൻ്റെ പടുകൂറ്റൻ ഒരു കൂട്ടുകെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം പിന്നീട് വന്ന അഹമ്മദ് ഇമ്രാൻ ആണെങ്കിലും സർവാത്തയാണെങ്കിലും കൃത്യമായി മുഹമ്മദ് അസറുദ്ദീന് പിന്തുണ കൊടുക്കുന്നത് കണ്ടു. എന്തായാലും കേരളം ഒരു കൂറ്റൻ സ്കോറിലേക്ക് പോകുന്നു. ഈ ഇന്നത്തെ കളി പൊതുവെ നമ്മൾ ആ പിച്ചിൻ്റെ ഒരു സ്വഭാവം വിലയിരുത്തുമ്പോൾ സൈഫുദ്ദീൻ നാളെയും മറ്റന്നാളും ആകുമ്പോൾ പിച്ച് കുറെ കൂടി സ്പിൻ ബൗളിങ്ങിനെ അനുകൂലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ന് തന്നെ രവി ബിഷ്ണോയി അടക്കമുള്ള ഗുജറാത്തിൻ്റെ സ്പിന്നർമാരുടെ ബൗൾ കളിക്കാൻ കുറെ കൂടി താഴ്ന്നു വരുന്നുണ്ടായിരുന്നു, കുറെ കൂടി ടേൺ ലഭിക്കുന്നുണ്ടായിരുന്നു. അതായത് നാളെയും മറ്റന്നാളും കുറെ കൂടി ദുഷ്കരമാകും ബാറ്റിംഗ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് കുറെ കൂടി സാധ്യത നമ്മൾ കാണേണ്ടതുണ്ട്. നാളെ ആദ്യ സെഷനിൽ പൂർണ്ണമായും ബാറ്റ് ചെയ്ത് 500-ൽ കൂടുതൽ റൺസ് അടിച്ചു കൂട്ടുകയാകും കേരളത്തിൻ്റെ റൺസും. അങ്ങനെ ഭദ്രമായ നിലയിൽ ഒരു കൂറ്റൻ സ്കോർ മുന്നിൽ വെച്ച് ഗുജറാത്തിന് ബാറ്റിങ്ങിന് അയക്കുക. ജലക് സക്സേനയും ആദിത്യ സർവേത്തയും അടങ്ങുന്ന കേരളത്തിൻ്റെ സ്പിൻ ബൗളർമാർ